സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഈ തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് സർവകലാശാലകൾ അനുവദിക്കുന്നതിനെതിരെ നിയമസഭയ്ക്ക് മുന്നിൽ ഇന്ന് ഇടത് വിദ്യാർത്ഥി സംഘടനയായ AASF പ്രതിഷേധം നടത്തിയത്. സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നു CPIM നേതാവ് ഡോക്ടർ ഷിജു ഖാൻ, ശ്രീ മുഹമ്മദ് ഷമ്മാസ് KSU നേതാവ്, AASF നേതാവ് B ദർശിത്, പ്രൊഫസർ AG ജോർജ് റിട്ടയർഡ് അധ്യാപകർ എന്നിവർ ആണ്. ആദ്യം ഞാൻ ഷിജു ഖാനിലേക്ക് പോവുകയാണ്. ഡോക്ടർ ഷിജു ഖാൻ, താങ്കൾ MV ഗോവിന്ദന്റെ പ്രതികരണം കേട്ടിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത്. വളരെ വിചിത്രമായ ഒരു പ്രതികരണമായിട്ടാണ് എനിക്കതിനെ നോക്കിക്കാണാൻ സാധിക്കുന്നത്. കാരണം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുന്നു, ഇടതുപക്ഷമാണ് സർക്കാർ രൂപീകരിച്ചത്, CPIM ആണ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത്, വകുപ്പ് മന്ത്രിമാരുടെ കാര്യത്തിലടക്കം പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നത്, അതാണ് പലപ്പോഴും പിന്നീട് നടപ്പിലാക്കുന്നതൊക്കെ. പക്ഷേ CPIMന്റെ നയങ്ങൾ നടപ്പിലാക്കുകയല്ല സർക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ വഴികൾ ഇല്ലാതെയാണ് ഈ സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിലേക്ക് സ്വീകരിക്കുന്നത് എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. അത് സാമാന്യ ജനത്തിന് ദഹിക്കുന്ന ഒരു പ്രതികരണമാണോ ഡോക്ടർ ഷിജു ഖാൻ? CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണവും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുമൊക്കെ കേരളീയ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നത് തന്നെയാണ്. അതിനെ വിചിത്രവാദം എന്ന് അങ്ങ് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് കേരളീയ സമൂഹവും അങ്ങ് പറയുന്നതിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു യൂണിയനിൽ പ്രവർത്തിക്കുമ്പോൾ, പ്രത്യേകിച്ചും സംസ്ഥാന ഗവൺമെൻറ്റുകളും യൂണിയൻ ഗവൺമെൻറ്റും ഉൾപ്പെടുന്ന ഒരു രാജ്യത്ത് പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റുകൾ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് തുടർന്നു വരുന്ന രീതിയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അതത് സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണവും നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം സംസ്ഥാനങ്ങൾക്ക് നിയന്ത്രിക്കാനോ സംസ്ഥാനങ്ങൾക്ക് ഇടപെടാനോ സാധിക്കാത്ത വിധം കേന്ദ്ര ഗവൺമെൻറ് സർവാധികാരങ്ങളും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികളും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നു, നമ്മുടെ സംസ്ഥാനത്തും ഉണ്ട്. അപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റികളായി നമ്മുടെ എയ്ഡഡ് കോളേജുകളെയും മറ്റ് സ്ഥാപനങ്ങളെയും മാറ്റി സാമൂഹ്യ നിയന്ത്രണമോ സർക്കാർ നിയന്ത്രണമോ ഇല്ലാത്ത വിധം ഇവയെല്ലാം മുന്നോട്ട് പോകാൻ രാജ്യത്തെ മാനേജ്മെൻറ്റുകളും സ്വകാര്യ സ്ഥാപനങ്ങളുമൊക്കെ ആഗ്രഹിക്കുക. ശരി, അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെയും ഡീംഡ് യൂണിവേഴ്സിറ്റികളെയും ഫോറിൻ യൂണിവേഴ്സിറ്റികളെയും നിയമപരമായി പെർമിറ്റ് ചെയ്തിരിക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും രാജ്യത്ത് നിലവിലുണ്ട്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് വേർപെടുത്തി നമുക്ക് ഒരു സ്റ്റേറ്റിൻ്റെയും ഉന്നത വിദ്യാഭ്യാസ അനുഭവങ്ങളെ വിലയിരുത്താൻ കഴിയില്ല. ശരി, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് തടസ്സം നിന്നാലും ആ തടസ്സങ്ങളെ മുഴുവൻ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്ക് അനുവാദം കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് രാജ്യം ഭരിക്കുന്നത്. ഇങ്ങനെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിയന്ത്രണങ്ങളോടുകൂടിയ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും അതിൻ്റെ മുഴുവൻ നടപടിക്രമങ്ങളിലും സർക്കാരിൻ്റെ ശ്രദ്ധയും സാമൂഹ്യ നിയന്ത്രണവും റിസർവേഷനും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും പരിപാലിച്ചുകൊണ്ടും പരിരക്ഷിച്ചുകൊണ്ടും ഒരു സ്റ്റേറ്റ് നിയമനിർമ്മാണം നടത്തുന്നു. മറ്റ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ സർവകലാശാലകൾക്കൊന്നുമില്ലാത്ത വിധം ശക്തമായ സാമൂഹ്യ നിയന്ത്രണമാണ് കേരളത്തിലെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഫോറിൻ യൂണിവേഴ്സിറ്റികൾ രാജ്യത്ത് അനുവദിക്കുന്ന നിയമം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു. വിദേശത്തെ സ്ഥാപനങ്ങൾക്കിവിടെ സ്വകാര്യ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പെർമിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ സാമൂഹ്യ നിയന്ത്രണത്തിന് കീഴിൽ ഇത്തരം സ്ഥാപനങ്ങളെ പരിപാലിക്കുക. ശരി, മുഴുവൻ കയറൂരി വിട്ടുകൊണ്ട് ഡീംഡ് പദവികൾ സമാഹരിച്ചുകൊണ്ട് നമ്മുടെ എയ്ഡഡ് സ്ഥാപനങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആർക്കും നിയന്ത്രിക്കാനാവാത്ത അപകടങ്ങളിലേക്ക് ചെന്ന് പെട്ടുകൂടാ.
ശരി. അതിന് സ്റ്റേറ്റിന് ഉത്തരവാദിത്തമുണ്ട്. Right. ആ ഉത്തരവാദിത്തമാണ് സ്റ്റേറ്റ് ഇപ്പോൾ നിർവഹിക്കുന്നത്. ഡോക്ടർ ഷിജു ഖാൻ, ഞാനിന്ന് ഇടയ്ക്ക് ഇടപെടണമെന്നും പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞു അവതാരകനായ എൻ്റെ ചോദ്യത്തിലും ജനങ്ങൾക്ക് സംശയമുണ്ടാകുമെന്ന്. പിന്നീടാണ് ഞാൻ ആലോചിച്ചത് ദർശിത്ത് നമ്മുടെ കൂടെ ചർച്ചയ്ക്കുണ്ടല്ലോ എന്ന്. ഇന്ന് ദർശിത്തും സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് വലിയൊരു പ്രതിഷേധം നിയമസഭയിലേക്ക് നടത്തിയിരുന്നു. എന്താണ് ദർശിത്ത് ഈ ഷിജു ഖാനും അതുപോലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ പറയുന്നത് നിങ്ങൾക്കെങ്കിലും ബോധ്യപ്പെടാതെ പോകുന്നത്?